നാടെങ്ങും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ കൊഴുക്കുകയാണ്. ഞാനിപ്പോൾ തിരൂരിലാണുള്ളത്. തിരൂരിൽ ഇത്തവണയും ജനവിധി തേടുന്ന കുറുക്കോളി മൊയ്തീന്റെ ഒരു റോഡ് ഷോ പുരോഗമിക്കുകയാണ്. കേവലം 2 പഞ്ചായത്തുകളിൽ നിന്നുള്ള ആളുകൾ മാത്രമാണ് ഈ റോഡ് ഷോയിൽ ഇപ്പോൾ അണിനിരക്കുന്നത്. ഒരുപാടധികം ആളുകളെ കാണാൻ കഴിയുന്നുണ്ട്. മൊയ്തീൻ, ഈ മണ്ഡലം ഇത്തവണ പിടിച്ചെടുക്കാൻ വേണ്ടി താനൂരിൽ നിന്ന് വരുന്നു എന്നാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പറയുന്നത്. ഇവിടെ ഒരുപാട് വികസനം ഇനിയും എത്താനുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഈ വലിയ ജനക്കൂട്ടം നമുക്ക് കാണുമ്പോൾ ആളുകൾ തൃപ്തരാണ് എന്നാണ് അനുഭവപ്പെടുന്നത്. എന്താണ് താങ്കളുടെ ഇത്തവണ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ വോട്ട് ചോദിക്കാൻ പ്രധാനമായും താങ്കൾ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ നടത്തിയ വികസനങ്ങളുടെ ഒരു തുടർച്ച. ദുരിതപൂർണമായ ഒരു ജീവിത സാഹചര്യമാണ് 10 കൊല്ലമായി കേരളത്തിലുള്ളത്. അതിനു മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ഒരു വലിയ ഓർമ്മകളുണ്ട്. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ഉരുകിത്തീർന്ന ഒരു വലിയ മനുഷ്യൻ. ഉമ്മൻചാണ്ടിയുടെ ഭരണവുമായിട്ടാണ് ഈ 10 കൊല്ലത്തെ ഭരണത്തെ വിലയിരുത്തുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഇവിടെ സർവകലാശാല കിട്ടിയിട്ടുണ്ട്, മലയാളം സർവകലാശാല. ഒരു കോളേജ് കിട്ടിയിട്ടുണ്ട്, സ്കൂൾ കിട്ടിയിട്ടുണ്ട്, ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 10 കൊല്ലത്തെ ഈ ഇടത് ഭരണത്തിൽ നിന്ന് ഒരു നഴ്സറി സ്കൂൾ പോലും നമുക്കിവിടെ കിട്ടിയിട്ടില്ല. കേരളത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ല. പുതുതായി ഒരു അംഗനവാടി പോലും തുറന്നിട്ടില്ല. കള്ളുഷാപ്പുകൾ മാത്രമാണ് തുറന്നത്. ഈ 2 ഭരണത്തെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. സ്വാഭാവികമായി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളോട് കൂടിയാണ് ഈ വോട്ടിന് വേണ്ടി ജനങ്ങൾ ബൂത്തിലേക്ക് നീങ്ങുന്നത്. സ്വാഭാവികമായിട്ടും UDFന്റെ ഒരു ഭരണം സ്ഥാപിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കാരണമാവുകയാണ്. ആ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ എന്നെയും സ്വീകരിക്കുന്നത്. ഒരു UDF ഗവൺമെന്റിന് പിന്തുണക്കാനുള്ള ഒരു MLA എന്ന രീതിയിലാണ് എന്നെ അവർ കാണുന്നത്. അങ്ങനെ എന്നെ സ്ഥാനാർത്ഥിത്വം അവർ വളരെ വലിയ സ്വീകാര്യതയോട് കൂടിയാണ് അംഗീകരിച്ചിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്ന, ഒരു മന്ത്രി ഒരു സിറ്റിംഗ് സീറ്റിൽ നിന്ന് അദ്ദേഹം ഒരു UDFന്റെ കയ്യിലുള്ള ഒരു സീറ്റിലേക്ക് മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തെ നയിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിന് നൽകുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവില്ല. അതൊക്കെ പോസിറ്റീവ് ആയതുകൊണ്ടായിരിക്കുമല്ലോ ഇവിടേക്ക് വരുന്നത്. ഇവിടുത്തെ ജനങ്ങൾ എന്നെ UDFന്റെ സ്ഥാനാർത്ഥിയായി, മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി കാണുന്നു. അപ്പുറത്തുള്ള സ്ഥാനാർത്ഥി ആരാണ് എന്ന് ജനങ്ങൾ നോക്കുന്നില്ല. 10 വർഷത്തെ ദുരിതം സമ്മാനിച്ച ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ് മത്സരിക്കാൻ വരുന്നത്. ഈ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. അതേ കാണുന്നുള്ളൂ. 2 ആശയങ്ങൾ തമ്മിൽ, 2 ആദർശങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. പാണക്കാട് മുനവറൽ ശിഹാബ് തങ്ങൾ കൂടിയുണ്ട്. അദ്ദേഹം 2ാമത്തെ ടേമാണ്, ഒരു സീനിയർ ലീഡറാണ്. ഇത്തവണ വിജയിക്കുകയാണെങ്കിൽ നമുക്ക് UDFന്റെ ഒരു മന്ത്രിസഭയിൽ അദ്ദേഹത്തെ കാണാൻ പറ്റുമോ? അല്ല, മന്ത്രിമാരെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ്, UDF ആണ്. ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ളത് നല്ല ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ഇവിടെ 5 വർഷം നടത്തിയിട്ടുള്ള വികസനം അത് ജനങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ വീണ്ടും ആഗ്രഹിക്കുന്നവരാണ്. കേവലം നേരത്തെ സാങ്കർ സൂചിപ്പിച്ചതുപോലെ 2 പഞ്ചായത്തുകളിൽ മാത്രം തന്നെ ഇത്രയധികം ആവേശത്തോടു കൂടി ജനങ്ങൾ റോട്ടിലിറങ്ങി ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു നന്മയും ഇദ്ദേഹം ജനങ്ങളോട് കാണിക്കുന്ന ആ ഒരു നല്ല രീതിയിലുള്ള സ്വഭാവവും, അതുപോലെ ജനങ്ങൾക്ക് വേണ്ടി എന്നും ഒരാളായിക്കൊണ്ട് ഏറെ ജനകീയനായി എല്ലാ വിഷയത്തിലും ജനങ്ങളുടെ ഒപ്പം ഇതുവരെയും അദ്ദേഹം നിന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ആർക്കും ഒരു അഭിപ്രായം പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ വിജയം സുനിശ്ചിതമാണ് എന്നുള്ളത് ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് വോട്ട് ആ പ്രക്രിയ നടന്നാൽ മതി, അദ്ദേഹം വിജയിക്കുമെന്ന് യാതൊരു സംശയമില്ല. ഇപ്പോൾ ഇന്നിപ്പോൾ MK മുനീറിന്റെ ഒരു വൈകാരികമായിട്ടുള്ള പ്രസംഗം ഞാൻ കണ്ടു. അദ്ദേഹം നിയമസഭയിൽ സംസാരിക്കുന്നത് ഒരു 2ാം കിട സമീപനമാണ് പല പ്രതിപക്ഷ മണ്ഡലങ്ങളോടും ഈ സർക്കാർ കാണിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അങ്ങേക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ പദ്ധതികളൊക്കെ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനോട് വേണ്ടുന്ന തരത്തിൽ പ്രതികരിക്കാതിരിക്കുന്ന സാഹചര്യം അങ്ങേക്ക് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഈ കാര്യം ജനങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. മലപ്പുറം ജില്ലയോട് കടുത്ത അവഗണനയാണ് ഈ ഗവൺമെന്റ് കാണിച്ചിട്ടുള്ളത്. പോരാത്തതിന് പ്രതിപക്ഷ MLAമാരുടെ മണ്ഡലങ്ങളിലേക്ക് ഒരു 5 ലക്ഷം രൂപ വീട്ടിൽ വരുന്ന ആളുകൾക്ക് ധർമ്മം കൊടുക്കുന്ന പോലെ വികസനത്തിന് ഞങ്ങൾക്ക് ഓരോ വർഷവും തരാറുള്ളത്. എന്നാൽ അവരുടെ ഭരണപക്ഷത്തുള്ള MLAമാർക്ക് ഇഷ്ടം പോലെ വാരിക്കോരി കൊടുക്കുന്നു. ഇങ്ങനെ അവഗണനയും പൊതുസ്വത്ത് വീതം വെക്കുന്നതിൽ വളരെ അന്യായമായി പെരുമാറുകയും ചെയ്യുന്ന ഒരു ഭരണകൂടത്തെയാണ് തുടച്ചു നീക്കാൻ ജനങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത്. താങ്കളെ തൊട്ടടുത്ത മണ്ഡലത്തിൽ പൊന്നാനിയിൽ അങ്ങനെ ഉള്ള സാഹചര്യം ഉണ്ടോ? നല്ല രീതിയിൽ ഫണ്ട് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടോ? അവിടെ ഭരണപക്ഷ MLAമാർക്ക് എല്ലാവർക്കും ഉണ്ട്. പുറത്തുമുള്ള മണ്ഡലങ്ങളിൽ അത് ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് തന്നെ ബോധ്യമാണ്. അവരും തന്നെ ജനങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്. വലിയ വീതം പങ്കാളിത്തം അവർക്ക് കിട്ടിയെന്ന് ഓരോ ബജറ്റ് വരുമ്പോഴും അവർ ജനങ്ങളോട് പറയാറുണ്ട്. ഞങ്ങൾക്ക് ഭരണകക്ഷികളെ എല്ലാവർക്കും 5 കോടി അല്ലെങ്കിൽ 5.5 കോടി അതിനപ്പുറം കിട്ടിയിട്ടില്ല. ഇത് നമ്മളിന്ന് കണ്ടത് മുനീറിന്റെ അന്നത്തെ വീഡിയോ ആണ്, പഴയ വീഡിയോ ആണ് അത്. പക്ഷേ വളരെ വൈകാര്യമായിട്ടാണ് ആളുകൾ എടുത്തത്. കാരണം അദ്ദേഹം ആ മണ്ഡലത്തിലെ ആളുകൾക്ക് വേണ്ടി വളരെ ദയനീയമായി അപേക്ഷിക്കുകയായിരുന്നു. ഈ വിഭവ വിതരണ മേഖലയിൽ ജനങ്ങളെ ഈ സർക്കാർ വിവേചനം കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ യൂത്ത് ലീഗ് നടത്തിയിട്ടുള്ള ഒരുക്കിയിട്ടുള്ള യൂത്ത് മാനിഫെസ്റ്റോ, അതിനുള്ള ഒരു ആവശ്യം ഞങ്ങൾ UDFനോട് പറഞ്ഞിട്ടുള്ളത്
ഈ വിഭവ വിതരണത്തിൽ അസന്തുലനാവസ്ഥ അത് നിരാകരിക്കുന്നതിന് വേണ്ടി, അത് പരിഹരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ബോർഡറിലും ഒക്കെയുള്ള ഈ ജില്ലകളിൽ അവിടെ വലിയ രീതിയിലുള്ള അനീതി അവർ അനുഭവിക്കുന്നു. അതുപോലെ ചില ജില്ലകളിൽ ഭരണപക്ഷങ്ങൾ, നേരത്തെ MLA സൂചിപ്പിച്ചതുപോലെ ഭരണപക്ഷം ഉള്ള MLA-മാർ അവർക്ക് കൂടുതൽ വിഭവങ്ങൾ കിട്ടുന്നു, നേരെ മറിച്ച് പ്രതിപക്ഷത്തുള്ളവർക്ക് വലിയ അനീതി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയുള്ള ഒരു വൈകാരികമായ ഒരു പരാമർശമാണ് ഡോക്ടർ MK മുനീർ നടത്തിയിട്ടുള്ളത്. ഒരു കാര്യം കേട്ടെ, അങ്ങ് യുവാക്കൾക്ക് സീറ്റിന് വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ, തെരഞ്ഞെടുപ്പ് ചർച്ചകളൊക്കെ തുടങ്ങുമ്പോൾ തന്നെ അങ്ങ് അത് പങ്കുവച്ചിരുന്നതാണ്. മികച്ച പ്രാതിനിധ്യം ഇത്തവണത്തെ ലീഗിന്റെ പട്ടിക നമ്മൾ എടുക്കുമ്പോഴുണ്ട്. MSF-നെ വരെ പരിഗണിച്ചിട്ടുണ്ട്. വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ആളുകളൊക്കെ ഭൂരിഭാഗം പേര് വിജയിച്ചു വരികയാണെങ്കിൽ ആ മന്ത്രിസഭയിൽ കൂടി അവർക്കൊരു പ്രാതിനിധ്യം വേണം എന്ന അങ്ങൊരു റിക്വസ്റ്റ് പോലെ മുന്നോട്ട് വെക്കും. അല്ല, അതൊക്കെ ആദ്യം വിജയിക്കുക, മന്ത്രിസഭ വരിക എന്നുള്ളതാണ്. വിജയിച്ച ശേഷം ഭൂരിപക്ഷം കിട്ടുമ്പോൾ ആ സമയത്ത് അതിനനുസൃതമായ ചർച്ച തുടങ്ങി. ഇപ്പോൾ ആ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. ഇപ്പോൾ നിങ്ങൾ പരമാവധി ആളുകളെ വിജയിപ്പിച്ചെടുക്കുക, വിജയിപ്പിക്കുക. ഇത് നമ്മൾ കേരളം മുഴുവൻ നമ്മൾ ഓടുകയാണ്. എല്ലാവരും UDF ജയിക്കണം, ഇവിടെ നമ്മൾ പാർട്ടി നോക്കണില്ല, കോൺഗ്രസ് ജയിക്കണം, ലീഗ് ജയിക്കണം, മറ്റുള്ള എല്ലാ ഘടകകക്ഷികളൊക്കെ ഉന്നത വിജയം നേടി ഇവിടെ വിജയിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ പ്രവാസികളുടെ കാര്യത്തിൽ ഇവിടെ KMCC-യുടെ നേതാവുണ്ട്. പ്രവാസികൾ ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ നമുക്കിവിടെയുണ്ട്. അവരുടെ ഒരുപാട് പ്രവാസി മന്ത്രാലയം തന്നെ എടുത്തു കളഞ്ഞ സർക്കാരാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ UDF വരിക എന്നുള്ളത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നാണ്. താങ്കള് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ പത്രികാ സമർപ്പണത്തിന് വരെ സ്ഥാനാർത്ഥികളുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ നേരിട്ട് ഇറങ്ങണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി സർക്കാർ വന്നേ തീരൂ എന്നുള്ള വാശിയുള്ളത് കൊണ്ടാണോ അങ്ങനെ? തീർച്ചയായും ഇങ്ങനെയുള്ള ഒരു അസന്നിഗ്ധമായ ഒരു ഘട്ടം, അതിൽ എൻ്റെ ഒരു ഉത്തരവാദിത്തം, ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് എല്ലാവരും പോവുക. പ്രത്യേകിച്ച് നമ്മുടെ യൂത്ത് ലീഗ് ഭാരവാഹികളായിട്ടുള്ള ആളുകളുടെ പ്രചരണത്തിനും അവരുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനും ഒക്കെ എൻ്റെ സാന്നിധ്യം ഉണ്ടാവുക എന്നത് എൻ്റെ കൂടി ഏറ്റവും വലിയ സന്തോഷമാണ്. അതുകൊണ്ട് എങ്ങനെയും ഞാനിപ്പോൾ ഇന്ന് രാവിലെ വരുന്നത് കാസർഗോഡ് തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരുടെ പ്രചരണ പരിപാടി കഴിഞ്ഞാൽ വരുന്നത്. അത്യുജ്വലമായ ഒരു ആവേശമാണ് കാണുന്നത്. കേരളത്തിൽ മുഴുവനും ആവേശത്തിന്റെ അലയൊടികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും വലിയ ആവേശം ഇതറിക്കൊണ്ട് കുറുക്കോളി മൊയ്തീൻ MLA-യുടെ റോഡ് ഷോ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. പാണക്കാട് മുനവറലി ശിഹാബ്ദങ്ങളുണ്ട്, ഒപ്പം ചില സാംസ്കാരിക പ്രവർത്തകർ കൂടി ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും വലിയ ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹം ഈ നിമിഷത്തിലും പങ്കുവെക്കുന്നത്. ക്യാമറമാൻ ജിതീന്ദ്രനൊപ്പം നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.